എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴടക്കി എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, ഒരുപാട് ഞെട്ടിക്കുന്ന കിഴികളുണ്ട് കേട്ടെന്ന്. ഒരുപാട് പല തരം പല സൈസിൽ. ഓക്കെ, ഫസ്റ്റ് വൺ വാവ്, തമിഴിൽ നിന്നാണ്. മാരീഷൻ, നമ്മുടെ ഫഹദ് ഫാസിലും വടിവേലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ഈ സിനിമ റിലീസിനെത്തും. ഡേറ്റ് എത്തിയിട്ടില്ല, മാസം മാത്രമേ വന്നിട്ടുള്ളൂ. ജൂലൈയിൽ സിനിമ റിലീസിനെത്തും. യെസ്, സുധീഷ് ശങ്കറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പൊളിക്കൂല്ലേ സാധനം? രണ്ടുപേരും നേരിട്ടാണ് തോന്നുന്നു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞ മറ്റേ സിനിമ മറന്നുപോയി. അയ്യോ അയ്യോ എന്തായിരുന്നടാ? ഉദയനിധി സ്റ്റാലിനും വടിവേലും ഫഫയും ഒരുമിച്ച് ഫഫ വമ്പൻ അഭിപ്രായം നേടിയ സിനിമ. കിടിലം വില്ലനായിരുന്നു. അതിന്റെ പേര് മറന്നുപോയല്ലോ. നാവ് കടന്ന് കളിക്കുന്നു. ശരിക്കും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നേരിട്ട് തന്നെ അല്ലേ ഇപ്പൊ വരാൻ പോകുന്നത്? ഒരുമിച്ച് വരുന്നു. പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. ഒരുമിച്ചാണ് അവര് ഒരുമിച്ച്. അതിന്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബൈക്കില്. അതെ അതെ. പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം ഈഗോ പ്രശ്നം വരുന്നതായിരിക്കാം. ഈഗോ പ്രശ്നമൊക്കെ വണങ്ങാനല്ലല്ലോ അത്. അല്ല അല്ലേ, വണങ്ങാൻ നമ്മുടെ ബാല സംവിധാനം ചെയ്ത സിനിമ. പേര് മറന്നുപോടാ. എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ വരുന്നില്ല. ഇനി ഇതേപോലെ വേറെ പേരുകൾ വരെ പറഞ്ഞു. അടുത്തെന്താ? അടുത്ത കിഴിയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത കിഴി അല്ലു അർജുൻ അറ്റ്ലി മൂവി. സിനിമ നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. ഓക്കെ, ഈ സിനിമയിൽ നമ്മുടെ അല്ലു അർജുൻ ഡബിൾ റോളിലായിരിക്കും. അല്ലു അർജുൻ്റെ അല്ല, അറ്റ്ലിയുടെ സ്ഥിരം പരിപാടിയാണ് ഡബിള് പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതാണെങ്കിലോ നന്നായിട്ട് കയറും ചെയ്യും, കൊളുത്തും അല്ലേ. ഇപ്പൊ ലാസ്റ്റ് വന്ന് ജവാന് പോകുന്നത് അങ്ങനെയാണല്ലോ അല്ലേ, ഡബിൾ റോളാ. ഓക്കെ, എന്തായാലും ഈ സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഈ വീക്കിൽ അത് നടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ 8-ാം തീയതി നമ്മുടെ അല്ലു അർജുൻ്റെ ബർത്ത്ഡേക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പ്രൊമോന്റെ അല്ല, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അറിഞ്ഞൂടാ, നോക്കാം. സർക്കിട്ട് തമർ ഡയറക്ട് ചെയ്ത് ആസിഫ് അലി നായകനാവുന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 8-ന്. മെയ് 8-നല്ലേ? മെയ് 8-നാണ് തുടരും. അപ്പൊ അവിടെ ഒരുമിച്ച് സിനിമ കാണാനുള്ള അവസരം ഇവർ ഉണ്ടാക്കില്ല. സമ്മതിക്കൂല അല്ലേ? പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കിഴി ജയിലർ 2. ജയിലർ സിനിമയുടെ ഒരു ന്യൂ സെറ്റ് നമ്മുടെ കേരളത്തിൽ അട്ടപ്പാടിയിൽ ഇടുന്നുണ്ട്. അതൊരു വലിയ ഹ്യൂജ് സെറ്റാണ്. പിന്നെ ഒരു ലോങ് ഷെഡ്യൂൾ ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. നെക്സ്റ്റ് അത് 1-2 മാസം നീണ്ടു നിൽക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇതിൽ രജനീകാന്ത് ഈ ഒരു ഷെഡ്യൂളിലുണ്ടാവും. അതായിരിക്കുമോ ഇനി അട്ടപ്പാടിയിലുള്ളത്? അതറിഞ്ഞൂടാ. എന്തായാലും രജനീകാന്ത് അടക്കമുള്ള വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ മൊത്തത്തിൽ ഈ ഒരു ഷെഡ്യൂളിൽ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഉണ്ടാവോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അടുത്തത് മാത്യു ഉണ്ടോ അതില് സിനിമയില്? അതുണ്ടാവും. തമർ നെക്സ്റ്റ് മൂവി. നിവിൻ പോളിയാണ് നായകനായിട്ട് വരുന്നത് സിനിമയിൽ. അജിത് വിനായക ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ നെക്സ്റ്റ് സർക്കിട്ടിന് ശേഷം നിവിൻ പോളിൻ്റെ കൂടെ തമറും അതെ അവരൊരുമിച്ചുള്ള ഫോട്ടോ. ഓക്കെ, അടുത്ത കിഴി നന്നായാൽ മതിയായിരുന്നു അല്ലേ? നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ്. ഇനി അതാണ് ലക്ഷ്യം. നമ്മുടെ മനസ്സിൽ എമ്പുരാൻ 500 കോടി. ഇനിയുള്ളത് നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. കുറച്ച് ചെറിയ ആഗ്രഹങ്ങൾ കുറച്ചുള്ളൂ. ഓക്കെ, അടുത്ത കിഴി റെട്രോ. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ മൂവി. പുതിയ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. എന്തായാലും മെയ് 1-നാണ് സിനിമ റിലീസ് നടത്തുന്നത്. ഒരു പൊളിക്കാനുള്ളതാണ് അല്ലേ? ഒന്നും പറയുന്നില്ല. തള്ളു തുടങ്ങി എന്നുള്ളത് കേൾക്കാൻ വയ്യ. പക്ഷെ ആവേശം കയറല്ലേ? അങ്ങനെയാണ് പറഞ്ഞിട്ട്. അടുത്തത് അർജുൻ ദാസ് മമിത ബൈജു മൂവി. ഈ മമിത എന്താ തകർത്തോണ്ടിരിക്കുകയാണ് ആള്. വിജയുടെ കൂടെ, സൂര്യയുടെ കൂടെ, പിന്നെ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ഒരുപാട് പേരുടെ കൂടെ ആളിപ്പോൾ വരുന്നുണ്ട്. എന്താണെങ്കിലും സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് സോൾജേഴ്സ് പിക്ചേഴ്സ് ആയിരിക്കും.
ഓ പാർക്കിംഗ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. അതെ, ഞങ്ങൾ കിഴി എപ്പിസോഡൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2-3 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അതും കൂടി ഇതിൽ എടുത്തേക്കാം. അതും കൂടി ഇതിലങ്ങ് ഉൾപ്പെടുത്തിയേക്കാം. കോസ്റ്റ്യൂമൊക്കെ പെട്ടെന്ന് മാറി നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മാജിക് ഒന്നല്ല, അതെ, പോയിട്ട് വന്ന ഇവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് പണ്ട് ഇപ്പൊ അത് നിർത്തി. ഓക്കെ, ബസൂക്ക സിനിമയുടെ ഫസ്റ്റ് ഷോ എപ്പോഴാണെന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു പോസ്റ്റർ ഉണ്ട്, 9 മണിക്ക്. മമ്മൂക്ക സിനിമയാണോ? 9 മണി 9:30 ഈ ഒരു ടൈമിലുണ്ടാവും ഫസ്റ്റ് ഷോ. എന്താണെങ്കിലും വരട്ടെ. യെസ്, നമ്മൾ ഒരു ക്ലോക്കിനുള്ളിലാണ്, ചെറിയ സൂചിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കട്ടെ, കുറച്ച് സമയം തീരുമാനിക്കുന്ന ആളല്ലേ. പിന്നല്ല. അടുത്തത് അല്ല, ഇത് ഇങ്ങനെ കാണുമ്പോഴേ ചിലപ്പോൾ ടൈം ട്രാവൽ പരിപാടിയൊക്കെ തെറ്റിദ്ധരിക്കും. ഇനി അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ടൈം അനൗൺസ് ചെയ്തു അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ 9 മണി എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ബസൂക്ക ആ സമയത്ത് അവതരിക്കും. അത്രേ ഉള്ളൂ. അടുത്തത് ഓക്കെ, എമ്പുരാൻ. സ്റ്റീഫൻ, അതായത് സ്റ്റീഫന്റെ ചെറുപ്പം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, ആ സ്റ്റീഫനായിട്ട് വരുന്നത് പ്രണവ് മോഹൻലാലാണ്. അതെ, ഇതാണ് നമ്മുടെ സിനിമയുടെ ടൈലന്റ്. ഇത് കണ്ടിട്ടാണ് ഓപ്പണായിട്ട് പറയാം, 3ാം ഭാഗം, അതായത് ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞുകൂടാ. ഇത് പ്രണവിൻ്റെ പോർഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് KGF പരിപാടി പിടിക്കാനുള്ള പ്ലാൻ അല്ലേ എന്നാണ്. അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈലൻറ്റിങ് വീഡിയോ കണ്ടറിയാം. ആ ഒരു ഭാഗം മാത്രം. പരിപാടി എന്തോ ഈ തെരുവിലൊക്കെ നിന്ന് അടികൂടി അങ്ങനെ കയറി ഡോൺ ആവുന്ന പരിപാടി. അങ്ങനെ ഓരോ സംഭവം ഇങ്ങനെ ചവിട്ടുപടികൾ ഇങ്ങനെ കയറിയിട്ടാണ് ഡോൺ ആയതെന്നുള്ളത് കാണിക്കുന്നതായിരിക്കും. ഒരുപാടൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോ 3ാം ഭാഗം വന്നാലേ കുറച്ചൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. എന്താണെങ്കിലും വൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസൂക്കന്റെ അല്ല, എമ്പുരാന്റെ എത്ര 24 കട്ടാണ് വന്നിട്ടുള്ളത്. അതെ, എഡിറ്റ് ചെയ്തത് ഇപ്പോഴാണ്. എഡിറ്റ് ചെയ്തതിന്റെ ഒക്കെ ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24 കട്ടുണ്ട് എന്തായാലും. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. 200 കോടി സിനിമ 5 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് ഇവർ പുറത്തുവിട്ടത്. 50 കോടി ഉണ്ട്. അതായത് മലയാളത്തിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കോടി 5 ദിവസം കൊണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ. ഓക്കെ, ഇതെന്തായാലും ഇന്നലെ പുറത്തുവിട്ടത് നന്നായി, ഇന്ന് പുറത്തുവിടാത്തത് നന്നായി അല്ലേ? സത്യം. എന്താണെങ്കിലും എഡിറ്റഡ് വേർഷൻ ഇന്ന് മുതൽ വരുമെന്ന് പല സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട്, തിയേറ്ററുകളിൽ. പക്ഷെ തിയേറ്റർ ഓണേഴ്സ് പറയുന്നത് ഇന്നൊന്നും വരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞത്. പല ആൾക്കാർ പറയുന്നു വ്യാഴാഴ്ച മുതലാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. അതെ, അതിനിവിടെ ഇനി പ്രസക്തി ഇല്ല. പ്രസക്തിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് പോയി കാണണ്ടേ? ഇനിയിപ്പോ കാണണോ? പിന്നെ അല്ല, 26 മിനിറ്റ് ഒക്കെ വിട്ടതിനല്ലോ കാണണം. അപ്പോഴല്ലേ ഇത് മാറ്റം എന്ന ഫീൽ ചെയ്യുള്ളൂ. ഇത് 2 മിനിറ്റ് 8 സെക്കൻഡും. അത് അറിയാൻ മാത്രം ഒന്നും ഉണ്ടാവും. അതിലൊന്നുമില്ല. അത് കണ്ടിട്ട് ഇപ്പൊ അതിലൊരു വലിയ. അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.